സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം. വിജയശാന്തൻ കോമളപുരത്തിന്റെ ഓം ശാന്തി. അവതരണം ഗായത്രി ജഗദീശൻ. അതിരാവിലെ എങ്ങോട്ടോ പറന്നുപോയ മാടത്തകൾ എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞിട്ട് വന്നു. മാവു മുത്തശ്ശിയെ വിളിച്ചു. അവരുടെ കണ്ണുകളിൽ ഭീതിയുടെ കനൽ എരിയുന്നുണ്ട്. മാവു മുത്തശ്ശി, മാവു മുത്തശ്ശി. കമ്പുകൾ ഇളക്കിക്കൊണ്ട് മുത്തശ്ശി വിളി കേട്ടു. അപ്പോഴേക്കും അതാ കാക്കക്കൂട്ടവും എത്തി. അവർ ചെരിഞ്ഞും തിരിഞ്ഞും മുത്തശ്ശിയെയും മാടത്തകളെയും നോക്കി. അവരുടെ കണ്ണുകളിൽ സ്നേഹത്തിന്റെയും ദയയുടെയും കിരണങ്ങൾ കാണാം. അവരും അല്പം പരിഭ്രമത്തോടെ മാവു മുത്തശ്ശിയെ വിളിച്ചു. അപ്പോഴേക്കും ചിൽ ചിൽ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അണ്ണാറ കണ്ണന്മാരും എത്തി. അവരുടെ കണ്ണുകളിലും ഭയം നിഴലിച്ചിരുന്നു. അതാ തത്തകളും മൈനകളും മരം കൊത്തിയും കരിയില കിളിയും മറ്റെല്ലാ പക്ഷികളും പറന്നോടിക്കിതച്ചെത്തി. മുത്തശ്ശി ആകാംക്ഷയോടെ എല്ലാവരെയും മാറി മാറി നോക്കി. അതാ മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് കുരങ്ങച്ചന്മാരും എത്തി. മക്കളെ, എല്ലാവരും സമാധാനമായി ഇരുന്നാട്ടെ. മുത്തശ്ശിയുടെ തണലിൽ അവർ ഇരുന്നു. എന്താ മക്കളെ പ്രശ്നം? വെടിവെപ്പുകാര് വന്നോ? അതോ മരം വെട്ടുകാരോ? അവരാരുമല്ല മുത്തശ്ശി. പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം? മുത്തശ്ശി, ഒരു ഭൂതം. ഭൂതമോ? നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. സമീപത്ത് നിന്നിരുന്ന മഞ്ചാടി മരം പറഞ്ഞു. ഒരു ഭൂതമല്ല, ഒത്തിരി ഭൂതങ്ങളുണ്ടെന്നാ ഉണ്ണിക്കുട്ടൻ പറഞ്ഞത്. ഉണ്ണിക്കുട്ടൻ ഭൂതത്തിനെ കണ്ടു കാണുമോ? ആ ഭൂതം എവിടെയാ മക്കളെ? മുത്തശ്ശിക്കൊന്ന് കാണാൻ പറ്റുമോ? മുത്തശ്ശി, അങ്ങനെ നിസ്സാരമായി കാണണ്ട. മതദൃക്ഷന്മാരുണ്ടല്ലോ. മതസൗഹാർദ്ദ സമ്മേളനമൊക്കെ നടത്തിയില്ലേ? എന്നിട്ട് അവര് തന്നെ രാത്രിയുടെ മറവിൽ ഓരോ കുതന്ത്രങ്ങൾ മെനഞ്ഞും കാണിച്ചും നാടിനെ ചോരകളമാക്കും. മണ്ടന്മാരായ ചിലർ അവരെ സഹായിക്കാനുണ്ട്. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. അല്ലെങ്കിൽ മനുഷ്യര് പരസ്പരം പോരടിച്ചു കൊല്ലുന്നത് നമ്മളും കാണേണ്ടി വരും. നമുക്കാർക്കും ഇല്ലാത്ത എന്തെല്ലാം വേർതിരിവുകളാ മനുഷ്യന്മാർക്കിടയിൽ. ബൈബിളും പിടിച്ച് നടക്കുന്നവർ തന്നെ പള്ളിയില് കുർബാന നടത്തുന്നതിന്റെ പേരിൽ പോലും യോജിപ്പില്ല. അതുപോലെ ഖുറാനും പിടിച്ച് നടക്കുന്നവരുടെ ഇടയിലുമുണ്ട് വേർതിരിവ്. ചിലർ മുന്തിയവർ, ചിലർ താണവർ. ഹിന്ദുക്കൾ എന്നും പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആരെന്തു പറഞ്ഞാലും നെഞ്ചിലേറ്റി നടക്കും. എന്നിട്ട് സ്വയം ആപത്ത് വരുത്തി വെക്കും. പണ്ട് കച്ചവടത്തിന് വന്നവർ നമ്മുടെ രാജ്യം തന്നെ കീഴ്പ്പെടുത്തി. ഈ നാട് ഭരിച്ചു. നാട്ടുകാരുടെ ഇടയിലെ വേർതിരിവ് തന്നെ കാരണം. ഗോമാതാവിനെയും ഭൂമാതാവിനെയുമൊക്കെ ഭക്തിപൂർവം നമസ്കരിക്കുന്ന ഇവർ മനുഷ്യരെ മാത്രം വേർതിരിച്ചു കാണുന്നത് എന്തിനാ? അതാ ഉണ്ണിക്കുട്ടൻ വരുന്നു. മൈന വിളിച്ചു പറഞ്ഞു. എല്ലാവരും എത്തിയല്ലോ. ഉണ്ണിക്കുട്ടനും അവരുടെ കൂട്ടത്തിലിരുന്നു. എല്ലാവരും ഉണ്ണിയെ നോക്കി. മാവ് മുത്തശ്ശി ശിഖരങ്ങൾ ഇളക്കി മാമ്പഴം പൊഴിച്ചു. ഉണ്ണി വരുമ്പോഴൊക്കെ മുത്തശ്ശി മാമ്പഴം പൊഴിച്ചു കൊടുക്കുക പതിവാണ്. ഉണ്ണിക്കുട്ടൻ മാമ്പഴം പെറുക്കി മടിയിൽ വച്ചുകൊണ്ട് മാടത്തെ നോക്കി. ഉണ്ണിക്കുട്ട, അവിടെ ആ വറീത് മുതലാളി ഒരു മരക്കുരിശ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ എവിടെയെങ്കിലും നാട്ടും, ഉറപ്പാ. ഉണ്ണിക്കുട്ടൻ മൈനകളെ നോക്കി. അവർ പറഞ്ഞു, രാവുണ്ണി കൈമളിന്റെ വീട്ടിൽ ഒരു ശില്പി വന്നിട്ടുണ്ട്. ആ ശില്പി കല്ലിൽ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു. പല നിറമുള്ള പശുക്കളെല്ലാം തരുന്ന പാലിന്റെ നിറം വെളുപ്പല്ലേ? എല്ലാവരും ശ്വസിക്കുന്നത് അന്തരീക്ഷത്തിലെ വായുവല്ലേ? എല്ലാവർക്കും ചൂടും പ്രകാശവും നൽകുന്നത് ഒരേ ആകാശത്തിലെ ഒരേ ഒരു സൂര്യനല്ലേ? ഈ മനുഷ്യന്മാരുടെ എല്ലാം ശരീരത്തിൽ ഓടുന്ന രക്തത്തിനും ഒരേ നിറമല്ലേ? നമ്മുടെ പുഴയിലും കുളത്തിലുമൊക്കെ ധാരാളം മണ്ടൂകങ്ങളുണ്ടല്ലോ. പച്ച, തവിട്ട്, മഞ്ഞ, അങ്ങനെ പല നിറത്തിലും വലിപ്പത്തിലും. മഴക്കാലമായാൽ അവർ സന്തോഷിച്ച് ആർത്തു വിളിച്ച് പരസ്പരം ഇണചേർന്ന്
കാമകേളികളാടി രസിക്കുന്നു. അവർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാം തവളകൾ. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഇടയിലും വേർതിരിവില്ല. ബുദ്ധി കൂടിയ മനുഷ്യന്മാരുടെ ഇടയിലാ തോന്യാസങ്ങളെല്ലാം. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഇവരിൽ ചിലർ കൊള്ളക്കാരും കള്ളന്മാരുമൊക്കെയാകും. എന്നിട്ട് മറ്റുള്ളവരെ കൂടി കുഴപ്പത്തിൽ ചാടിക്കും. പാപം, മണ്ണാങ്കട്ട. നാട്ടിൽ നമ്മുടെ ആധിപത്യം വരണം. നമ്മൾ പറയുന്നതേ നടക്കാവൂ. രാജ്യാധികാരം നമ്മളിൽ വരണം. ഖജനാവ് നമ്മുടെ കയ്യിൽ വരണം. നമ്മൾ പറയുന്നതേ ഇവിടെ നടക്കാവൂ. അതിനുവേണ്ടി എന്തും ചെയ്യാം. ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചാലേ ഇതൊക്കെ നടക്കൂ. അപ്പോഴാണ് ഒരു പുതിയ കാഴ്ച കണ്ടത്. ക്ഷേത്ര ഭരണാധികാരികളും രണ്ട് അച്ഛന്മാരും പള്ളി ഭാരവാഹികളും രണ്ടു കാറിലായി വന്നിറങ്ങുന്നു. എന്നിട്ട് എല്ലാവരും കൂടി ചർച്ച തുടങ്ങി. നാട്ടിൽ അക്രമം നടക്കണം, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. കുരങ്ങന്മാർ തങ്ങൾ മനസ്സിലാക്കിയ വിവരം പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവർ ഞെട്ടി. കാക്കകൾ പറഞ്ഞു, ഞങ്ങൾ എല്ലായിടത്തും പോയി. ഇവിടെ തന്നെ നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ രാത്രിയുടെ മറപറ്റി നമ്മൾ ഇരിക്കുന്നിടത്ത് ശിവലിംഗവും മറുവശമായി കുരിശും സ്ഥാപിക്കും. മഞ്ചാടി മരത്തിന്റെ ചുവട്ടിലായി ചന്ദ്രകലയും നക്ഷത്രവും സ്ഥാപിക്കും. ഇവിടെയോ? എല്ലാവരും ഭീതിയോടെ ചോദിച്ചു. അതെ, ഇവിടെ തന്നെ, കാക്കകൾ ഉറപ്പിച്ചു പറഞ്ഞു. മക്കളെ, ആരും വിഷമിക്കണ്ട. വരുന്നവരെ നമുക്ക് കെട്ടിക്കണം, കണ്ടം വഴി ഓടിക്കണം. മൈനയും മാടത്തെയും ഒരു കാര്യം വേഗം ചെയ്യണം. സമയം പാഴാക്കാനില്ല. നമ്മുടെ സുഹൃത്തുക്കളായ കുറുക്കനെയും ആനക്കുട്ടനെയും വിവരം അറിയിക്കുക. എന്നിട്ട് അവരുമായി വേഗം തിരിച്ചെത്തണം. ത്രിസന്ധിയായി. വഴി കാട്ടാൻ മൂങ്ങ നിങ്ങൾക്കൊപ്പം വരും. വേഗം അവർ പുറപ്പെട്ടു. സന്ധ്യയായില്ലേ? ഉണ്ണിക്കുട്ടനെ അമ്മ അന്വേഷിക്കും. ഉണ്ണിക്കുട്ടനെയും മുത്തശ്ശി പറഞ്ഞു വിട്ടു. ബാക്കിയുള്ളവർ മാവു മുത്തശ്ശിയുടെ ശിഖരങ്ങളിൽ സ്ഥാനം പിടിച്ച് ഇരിപ്പായി. എന്റെ കുട്ടി എന്തിനാ കരയുന്നേ? അച്ഛൻ പരിഭ്രമിച്ചു. അച്ഛാ, എന്താ മോനെ? മോൻ സ്വപ്നം കണ്ട് പേടിച്ചോ? ഇല്ല എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. എന്താ മോന്റെ പ്രശ്നം? അച്ഛനോട് പറയേ. പറയാതെ അച്ഛൻ എങ്ങനെയാ അറിയുന്നത്? അച്ഛൻ എന്റെ കൂടെ വരാമോ? എവിടെ? മുത്തശ്ശി മാവിന്റെ അടുത്ത്. ഈ പാതിരാത്രിയിലോ? അച്ഛനെ ഒരു സൂത്രം കാണിച്ചു തരാം. അവൻ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് അച്ഛന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടന്നു. അച്ഛൻ ടോർച്ച് എടുത്തിട്ട് വരാം. അവൻ അച്ഛനെ കാത്തു നിന്നു. അച്ഛനും അവനും കൂടി മുത്തശ്ശി മാവിന്റെ അടുത്തേക്ക് നടന്നു. അച്ഛൻ അടുത്തു താമസിക്കുന്ന അയ്യപ്പൻ മാഷിനെ വിളിച്ചിരുന്നു. പോകുന്ന വഴി മാഷും അവരുടെ കൂടെ കൂടി. മാഷിനെ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടന് കൂടുതൽ ധൈര്യമായി. മുത്തശ്ശി മാവിന്റെ സമീപത്തും മഞ്ചാടി മരത്തിന്റെ ചുവട്ടിലും അരങ്ങുന്ന നാടകം അവൻ വിശദമായി പറഞ്ഞു. ടോർച്ച് തെളിക്കാതിരിക്കുന്നത് ബുദ്ധി എന്നും പറഞ്ഞു. അപ്പോൾ മാഷ് അവനെ അഭിനന്ദിച്ചു. അവർ കണ്ടു, അങ്ങ് അകലെയായി ആരൊക്കെയോ എന്തൊക്കെയോ ചുമന്നു പോകുന്നു. വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അവർ 10-12 പേരുണ്ടാകും. റോഡിന്റെ ഒരറ്റത്തായി ഒരു ചെറിയ കുന്ന്. അവർ അത്ഭുതപ്പെട്ടു. ഇന്നലെ വരെ അങ്ങനെ ഒരു കുന്ന് അവിടെ കണ്ടിട്ടില്ല. അച്ഛനും മാഷും അത്ഭുതത്തോടെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു. ഉണ്ണി ഉള്ളാലെ ചിരിച്ചു. പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. ആരോ അലറിക്കരയുന്നത് പോലെ. അവർ വേഗം നടന്നു. എന്തൊക്കെയോ ആരോ വലിച്ചെറിയുന്നു. അവർ കണ്ട കുന്ന് ദൂരേക്ക് നീങ്ങുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ കണ്ട കാഴ്ച ഗംഭീരം. ഒരു വശത്ത് നക്ഷത്രവും ചന്ദ്രകലയും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മുത്തശ്ശിമാവിന്റെ താഴെയായി ഒരു ശിവലിംഗവും. അതിൽ 2 പേരെ കെട്ടിയിട്ടിരിക്കുന്നു. കുറച്ചു മാറി ഒരു മരക്കുരിശ് ഒടിഞ്ഞു കിടക്കുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ടു. കുരിശിൽ രക്തം പുരണ്ടിരിക്കുന്നു. കാലും കയ്യുമൊക്കെ ഒടിഞ്ഞ്
മൂന്നുപേർ അവിടെ കിടക്കുന്നു. വേദന കൊണ്ട് അവർ ഞരങ്ങുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. മാഷ് പോലീസിന് ഫോൺ ചെയ്തിരുന്നു. പോലീസ് എത്താൻ അല്പം വൈകിയെങ്കിലും അവിടെ കണ്ട ദൃശ്യം അവരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. അവിടെ കണ്ട 12 പേരെയും കണ്ട് വീണ്ടും ഞെട്ടി. അതിൽ 10 പേരും മതസൗഹാർദ്ദ സമ്മേളനത്തിന്റെ ഭാരവാഹികളായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, ഓം ശാന്തി.